എന്നു തീരും എന്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. തുല്യമില്ല മോദത്തോടു വീണകളേന്തി, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. സ്വത്രം ഏത് കഴുതയാണ് രാവിലെ കിടന്ന്? ഹരി എന്നോട് പിണങ്ങിയിരിക്കണമെന്ന് എനിക്കറിയാം. അല്ല, ആർക്കാണെങ്കിലും നീരസം തോന്നാതിരിക്കില്ല. അങ്ങനെയാണല്ലോ ഞാൻ നിന്നോട് പെരുമാറിയത്. എന്ത് ചെയ്യാം, ഞാൻ നിന്റെ അമ്മാവനായി പോയില്ലേ. നിന്നെ ഒന്ന് കരകയറ്റുന്നതുവരെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കൊക്കോ? നീ മടങ്ങിപ്പോയ മുതലേ എനിക്കൊരു മനസാക്ഷി കുത്ത്. നീ ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ചെയ്തു തന്നില്ലല്ലോ എന്ന് നിന്റെ അച്ഛനെ അമ്മയൊക്കെ ഓർത്തപ്പോ എനിക്ക് അങ്ങ് ആകെ ഇരിക്കപ്പെടുന്നില്ലാതെ. എന്നാ അമ്മാവ ഇരിക്ക്. ആ, അവസാനം ഞാൻ അങ്ങ് തീരുമാനിച്ചു. ആ, ഇയാളാണോ യമകണ്ഠ കുറിപ്പ്? എടോ, കൊടുക്കാനുള്ള കാശ് കൊടുക്കണോ? ഇതാരാ? ഇതെന്റെ അമ്മാവൻ, ഇത് സുശീലൻ. അമ്മാവനാ, എനിക്കറിയാം. ഹരി ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും അമ്മാവന്റെ കാര്യം പറയാം. മോനെങ്ങോട്ടാ? ഞാൻ ബാത്റൂമിലേക്കാ വരുന്ന. മോൻ പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പൊ നിങ്ങൾ കുടുംബാരും സംസാരിച്ചോണ്ടിരിക്കും. 5000 രൂപ. നീ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ചെയ്ത് തന്നില്ലല്ലോ എന്നൊരു തോന്നൽ നിനക്കുണ്ടാകണ്ട. ഇനി പറ, ആ യുവാച്ചൻ എവിടെയുണ്ട്? അമ്മാവൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. അമ്മാവനെ കണ്ടിട്ട് വന്നപ്പോ മുതൽ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം. അയവാച്ചനെ കാണിച്ചു കൊടുക്കാൻ മനസ്സ് തോന്നിയല്ലോ എന്ന്. മനസാക്ഷി കുത്ത് കാരണം വല്ലാത്ത നെഞ്ചുവേദന. ഇന്നലെ ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ 10000 രൂപയും തന്നേക്കാം. ഇനി മനസാക്ഷിക്ക് കുത്താനായി നീ നിന്നു കൊടുക്കരുത്. ഒരു സംശയം ചോദിച്ചോട്ടെ അമ്മാവ, അയവാച്ചനെ പിടിച്ചു കൊടുത്താൽ ആകെ കിട്ടുന്നത് 10000 രൂപയാ. അത് മുഴുവൻ എനിക്ക് തന്നാൽ പിന്നെ അമ്മാവൻ എന്താ ലാഭം? ലാഭവും നഷ്ടവും നോക്കിയല്ല, ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്. ഹരി, എടാ ഈ പരസ്യം നോക്കിയേ. എവിടെ? ഈ ഫോട്ടോയിൽ കാണുന്ന അയ്വാച്ചൻ എന്നയാളെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 3 ലക്ഷം രൂപ പ്രതിഫലം. 5 അടി 4 ഇഞ്ച് ഉയരം, ഇരുനിറം, തടിച്ച ശരീരപ്രകൃതം. ബോംബെയിലെ ഒരു പ്രമുഖ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വലിയൊരു തുകയുമായി മുങ്ങിയ ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ പറയുന്ന മേൽവിലാസത്തിൽ അറിയിക്കുക. മെസ്സേഴ്സ് പോപ്പറ്റ് ലാൽ, റൂം നമ്പർ 405, ഹോട്ടൽ പ്ലിമത്ത്, കോളേജ് ജംഗ്ഷൻ, പാലക്കാട്. അമ്മാവാ, ഓ അമ്മാവാ, ആ 10000 കൂവ കൊടുത്ത് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഏതായാലും തക്ക സമയത്ത് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ദൈവമല്ല, മനോരമ. എന്തായാലും അമ്മാവനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. നിങ്ങളെയൊക്കെ കണ്ടല്ലേ ഞങ്ങൾ പഠിക്കേണ്ടത്. ആ പോട്ടെ, നമുക്കൊരു 25,000 ഉറപ്പിക്കാം. അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. 3 ലക്ഷം കിട്ടുന്ന ഏർപ്പാടിന് 25,000 മുടക്കാവുന്നോ? രൂപ 2 ലക്ഷം രൊക്കമായി കൊണ്ടുവന്നാൽ ഞങ്ങൾ അയവാച്ചനെ കൊണ്ടുവന്ന് നിർത്തി തരാം. 2 ലക്ഷം രൂപയോ? വേണ്ടടോ മനുവനെ, ആശിച്ച് ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചാ പോരെ. അല്ല, ഒരാഴ്ച കൊണ്ട് 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്ന ഏർപ്പാടാ. എന്നാ പോട്ടെ, ഒരു അവസാന വില 50,000 രൂപ. അമ്മാവൻ ചെല്ലേ. 10:45 കവലയെന്നൊരു ബസ്സുണ്ട്. അല്ലേ തന്നെ എന്റെ വാരഫലത്തില് ഈ ആഴ്ച ഒരുത്തനെ തല്ലൊന്നുണ്ട്. എന്നാ പിടിക്കാൻ? പിടിക്കാൻ എന്തിന്? വെറുതെ. ഏതാ, എനിക്ക് ആകപ്പാടെ ഒരു ചൊറിച്ചില്. നിനക്ക് ചൊറിയുന്നുണ്ടോ? എനിക്കും ചൊറിയുന്നുണ്ട്, പക്ഷെ ചൊറി ഫീൽ ചെയ്യുന്നില്ല. എടാ ഹരി, ഇത് വകുപ്പ് ആൾമാറാട്ടോ. അകത്തായാലുണ്ടല്ലോ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എന്റെ കണക്കൂട്ടിലൊന്നും തെറ്റിയിട്ടില്ല. നീ നോക്കിക്കോ, ഇന്ന് വൈകുന്നേരത്തിനാവും അമ്മാവൻ ഇവിടെ എത്തിയിരിക്കും. കിളവന് 100 ആയുസ. ഇനിയോ? അങ്ങോട്ടിരിക്കും, അങ്ങോട്ട്. ഐ ആം കൃഷ്ണദാസ്. മിസ്റ്റർ പോപ്പറ്റ് ലാലിനെ ഒന്ന് കാണണമായിരുന്നു. പ്ലീസ് കം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഐ റീഡ് അഡ്വർടൈസ്മെന്റ് പേപ്പേഴ്സ്, മലയാള മനോരമ, ഹിന്ദു. ഐ വാച്ച് an information my hand. Thank you. I watch in custody under me. You give advance, I give I watch in advance. Bundle currency notes advance, I give I watch in. Mr. Krishtudas. In this business there is no advance. You bring Ivachan and we will give you the money, okay? First give some money, some now. First Ivachan, then advance. Advance first approve I watch in. No, first Ivachan, then advance. ഓ, ഈ കൊരങ്ങന്മാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലായിക്കാനാ? ചവിട്ടിയാ നിന്റെ അടിനാവ് ഇടിച്ച് കലക്കൂടാ. ഞാൻ ക്രിസ്തുദാസാണ്. എന്തിനായിരിക്കും അയാൾ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കാശടിക്കാൻ.
ഇപ്പൊ മനസ്സിലായല്ലോ ഗുരുവിന്റെ തനി നിറം. കുഞ്ഞിനും തമ്മിലുള്ള ഹോ അല്ല ക്യാ ചാഹിയേ ബോലോ. മേ കുഞ്ഞിനും തമ്മിലുള്ള ഹും മേ പോപ്പലാൽ ഖോ देखने को लिए अल्लाह देखने के लिए आता है पोपटलाल कहा है हाँ मैं हूँ पोपटलाल आप बैठो. बैठिए ओह ये मेरे पास अभिवाचन है अरे क्या आईवन तुम्हारा पास है अरे किशन ये क्या बोल रहा है മിസ്റ്റർ കുഞ്ഞാനന്ദൻ, ഞാൻ മലയാളം കുരച്ച് കുരച്ച് അരിയും. മിസ്റ്റർ ഐവാച്ചൻ എവിടെ ഉണ്ടു, എപ്പോ ഉണ്ടു? അഭിവാച്ചൻ എന്റെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ 3 ലക്ഷം വളരെ കുറവാണ്. ഒരു 5 ലക്ഷം തന്നാൽ ഞാൻ അയാളെ ഏൽപ്പിച്ചു തരാം. वो क्या बोल रहा है किशन वो बोलता है कि उसके पास ഐവാച്ചൻ है. हाँ। हम 5 लाख देगा तो ഐവാച്ചൻ हमें देगा. 5 लाख हाँ। नहीं ओनली 3 लाख 3 ലക്ഷം തരാ പട്ടുള്ളൂ, 5 ലക്ഷം തരാ പട്ടിയില്ല പട്ടേ. ഞാൻ അടുത്ത ആഴ്ച അയാളെ ഏൽപ്പിച്ചു തരാം. അഡ്വാൻസ് 1 ലക്ഷം തരണം. एडवांस 1 लाख मांगता है भाई. एडवांस मांगते हैं हाँ नीचे देखो, തരാ പട്ടിയില്ല. നീ വന്നേ. ആ പപ്പടത്തിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി തന്നാൽ നിനക്ക് ഞാൻ 25,000 രൂപ കമ്മീഷൻ തരാം. ആ കിഴക്കുന്നത് അറിയണ്ട. കമ്മീഷൻ 25,000 രൂപ ആദ്യം തരികയാണെങ്കിൽ ഈ മരമാക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ 1 ലക്ഷം രൂപ വാങ്ങിച്ചു തരാം. അത് പറ്റില്ല. നിങ്ങളെ എനിക്ക് പരിചയമില്ലാതെ ഞാൻ ഇങ്ങനെ രൂപ തരും. ആദ്യം 1 ലക്ഷം, അപ്പൊ 25,000. क्या किशन ये मरमाकरी क्या है मरमाकरी उनकी बीवी का नाम है साहब. वो भी इनकी जैसी है സാറന്മാരെ ഒരു 50,000 അഡ്വാൻസ്. കുഞ്ഞാനന്ദൻ 3 ലക്ഷം തരും ഐവാച്ചിനെ കൊണ്ടുവന്നാൽ. കൂടുതൽ വിലപേശം വന്നാൽ हाँ കണ്ടല്ലോ, പോകാം. കാലുണ്ടായ കളി. നിങ്ങൾ ഫാമിലി ആയിട്ട് നക്കികൾ തന്നെ. ഹരി മോനെ, ഓ മറ്റൊരു പിണക്കം. എടാ, നിന്റെ അമ്മ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. നീ പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരുന്നത്. ആ പിന്നെ ഐവാച്ചൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഒരു ഉറപ്പ് തരാതെ ഞാൻ എങ്ങനെയാണ് ഒരു വാക്ക് പറയുന്നത്? അതല്ലേ ഞാനൊന്നും മിണ്ടാതെ പോയി കളഞ്ഞത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് ആകെ വിഷമമായി. അതാ ഇപ്പൊ ഓടി വന്നേ. മോനിങ്ങോട്ട് നോക്കി. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. നമ്മൾ ഈ ബിസിനസ് ഉറപ്പിച്ച് കഴിഞ്ഞു. അമ്മാവന്റെ മുമ്പിൽ ഐവാച്ചനെ ജീവനോടെ കാണിച്ചു തന്നാ പോരെ? അത് ഞാൻ ഏറ്റു. എപ്പോ? ഇന്ന് രാത്രി തന്നെ. എന്ത് ചെയ്യാം, ഒരു മരുമോനെ ഇത്രയും വിശ്വാസമില്ലാത്തൊരു അമ്മാവൻ. പിന്നൊരു കാര്യം, ഐവാച്ചനെ കാണിച്ചു തന്നാൽ 1.5 ലക്ഷത്തിൽ അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ഇത്രയും വലിയൊരു അഡ്വാൻസോ? ഒരു വലിയ ബിസിനസ് ആവുമ്പോ അഡ്വാൻസ് തുകയുടെ വലിപ്പം ഇത്തിരി കൂടും. എങ്കിൽ തന്നെ എന്താ, 1.5 ലക്ഷം രൂപയല്ലേ ഒറ്റ ആഴ്ച കൊണ്ട്. അമ്മാവനാണ് മോശമല്ല. നീ ഒട്ടും മോശമല്ലടാ മരുമോനെ. അമ്മാവൻ സമ്മതിച്ചു. 1 ലക്ഷത്തിന് വെറുതെ ഈ ഗൗൺ ഇട്ടുകൊണ്ട് കോടതി വരാതെ ചൊറിഞ്ഞു നിന്നിട്ട് എന്താണ് ആ കാര്യം? കേസും വക്കാലത്തും ഒക്കെ കളയടേ. അമ്മാവൻ അഡ്വാൻസ് ആയിട്ട് തരാൻ പോകുന്ന എത്രയെന്ന് അറിയാമോ? 5,000 അല്ല, 10,000 അല്ല, 25,000 അല്ല, 50,000 രൂപ. എന്ന് തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലെ, അന്ന് തീരും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്തൊക്കെയുണ്ട് സഹോദരങ്ങളെ വിശേഷങ്ങൾ? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. സുശീല സഹോദരൻ മുറയ്ക്ക് കേസുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ കേസിന്റെ പെരളയും കാരണം രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നിങ്ങളുടെ സുഹൃത്ത് ഐവാച്ച സഹോദരനെ കുറിച്ച് എന്തെങ്കിലും പേര് കിട്ടിയോ? പത്രത്തിലെ പരസ്യം കണ്ടു കാണുമല്ലേ? എന്ത് പരസ്യം, ഏത് പരസ്യം? ഞാൻ പത്രം വായിച്ചിട്ട് വർഷങ്ങളായി. പത്രത്തിലെ അർത്ഥശൂന്യമായ വാക്കുകൾ വായിച്ച് പാഴാക്കാനുള്ളതല്ല സഹോദര ക്രിസ്തുവാസിന്റെ ജീവിതം. നിങ്ങളുടെ കൂടെയുള്ളൊരു സഹോദരനായതുകൊണ്ട് ചോദിച്ചത് മാത്രം. അപ്പൊ സഹോദരനൊന്നും അറിഞ്ഞില്ലേ? എന്താ? ഞങ്ങളും വളരെ വൈകി അറിഞ്ഞത്. സത്യത്തിൽ ഈ ഐവാച്ചൻ ഒരു അധോലോകക്കാരനാണ്. ബോംബെന്ന് ആൾക്കാർ അന്വേഷിച്ചു വന്നിരിക്കുക. ഒരു പോപ്പട്ട്ലാലും കിഷൻലാലും യഥാർത്ഥത്തിൽ അധോലോക നായകന്മാരായ മേമൻ ബ്രദേഴ്സിന്റെ കൊലപാതക ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ടവരായവന്മാര്. ഐവാച്ചനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 3 ലക്ഷം രൂപ പ്രതിഫലം കൊടുക്കുന്നൊക്കെ ഇവന്മാര് പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു. പരസ്യം കണ്ട് ഞങ്ങളും ഐവാച്ചനെ തേടിയെത്തി. പക്ഷെ ഐവാച്ചൻ എവിടെ ഉണ്ടെന്ന് ഇപ്പോ ഐവാച്ചന് പോലും അറിയില്ല.
ഞാൻ വളരെ വിശ്വസനീയമായി അറിഞ്ഞത് അയ്വാച്ചനോ തട്ടിക്കളഞ്ഞു. അത് കൂടാതെ വേറൊരു കാര്യം കൂടി, ഐവാച്ചനെ കണ്ടുപിടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് യോമാരെ കാണാൻ ഹോട്ടൽ മുറിയിൽ ചെല്ലുന്നവരെ യോമാര് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓട്ടെ, എനിക്കൊരു കൂട്ടായ്മയുണ്ട്. കൊള്ളാം, പേടിപ്പിക്കാൻ അവന്മാർക്ക് എന്നെ കിട്ടിയുള്ളൂ. ഞാനും എന്റേതായ മാർഗത്തിലൂടെ അന്വേഷിച്ച് നോക്കട്ടെ അയ്വാച്ചനെ കിട്ടുമോന്ന്. കുഞ്ഞാടെ, അയ്വാച്ചൻ എന്റെ കൈ കിട്ടിയാൽ അന്ന് തീരുമെന്റെ ദുഃഖമില്ലി മണ്ണിലേ. എടാ, എത്ര നേരമായിടാ നമ്മളിവിടെ നിക്കണേ? കുറച്ചു നേരം ആയുള്ളൂ. ഐവാച്ചൻ കുറെ ദിവസത്തിൽ പുറത്തിറങ്ങിയതുകൊണ്ട് തോന്നുന്നതാ. ഹരി ഒന്ന് വന്നോട്ടെ. ആ, അതെ വന്നു. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. പേടിക്കാനൊന്നുമില്ല ഐവാച്ച, ഞങ്ങളില്ലേ. കണ്ടോ, കണ്ണ് നിറച്ച് കണ്ടോ? നോക്കെ, ബോധ്യായോ? ബോധ്യായോ? മതി ടോർച്ചടിച്ചത്. എന്നാ അമ്മാവൻ ചെല്ല്, ബാക്കിയെല്ലാം പറഞ്ഞു പോലെ. ഓ, കൈവിട്ട് പോലെ. അതൊക്കെ ഞാൻ എത്തിയല്ല, ഓട്ടോറിക്ഷ കയറ്റി വിട്ടെ. ഇയാൾ എന്തിനാ എന്നെ കാണിക്കണേ? കല്യാണം കഴിച്ചു കൊടുക്കാനാ? വാ. ഐവാച്ച, ഇയാള് കൊഴിഞ്ഞാമ്പാറ ലോലന്റെ എതിർകക്ഷിയിൽപ്പെട്ട ആളാ. ഐവാച്ചൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ ഈ പ്രശ്നത്തിൽ ഇടപെടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാള് ലോലനെ പൂട്ടും, സമരം ചീറ്റും. നിക്ക്. ഐവാൻ സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുക, കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കുക. ഐവാച്ചൻ ഇങ്ങ് വന്നേ. ഇതിപ്പോ 10ാമത്തെ ഐഡിയ. ഇനിയെങ്കിലും ഈ വണ്ടിയിലുള്ള സവാരി നിർത്തുന്നതല്ലേ ചേച്ചി ആരോഗ്യത്തിന് നല്ലത്? കളിയാക്കല്ലടാ മോനെ. ആ, വരൂ വരൂ വരൂ. ഇതെന്റെ കസിൻ ബ്രദർ ഉണ്ണി. ഹലോ. ഹലോ. ഇത് ഹരി. ഇത് എനിക്കറിയാം, അച്ഛൻ എപ്പോഴും വീട്ടിൽ പറയാറുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ജഡ്ജിയാ. അച്ഛനില്ലേ അകത്ത്? ഉണ്ട്, വരൂ. ഇരിക്കൂ. നമസ്കാരം. ആരാ? ഞാൻ അഡ്വക്കേറ്റ് സുശീലൻ. ഇതെന്റെ ഫ്രണ്ടാ ഹരി. ഞാനും MA LLB. എന്താ കാര്യം? ഞാൻ മിസ്റ്റർ ഐവാച്ചന്റെ അഡ്വക്കേറ്റ് ആണ്. ഏത് അയ്വാച്ചൻ? ഒരു ഓട്ടുകമ്പനിയുടെ സ്ഥലത്തെ പറ്റി താങ്കളും ഐവാൻ സ്റ്റൈൽ ഫാക്ടറിയുടെ ഉടമ മിസ്റ്റർ ഐവാച്ചനുമായിട്ടൊരു തർക്കം നിലനിൽക്കുന്ന കാര്യം അറിയാമല്ലോ. മിസ്റ്റർ സുശീലൻ, കോയിക്കല ബാലൻ തമ്പിയെ നിങ്ങൾക്ക് അറിയില്ല. കണ്ട അണ്ടനും അടകോടനുമായി നക്കാപ്പിച്ച തർക്കത്തിന് എനിക്ക് സമയമില്ല. ഇഫ് യു വാണ്ട് ടു ക്ലിയർ എനി ഡൗട്ട്സ്, കം ടു മൈ ഓഫീസ് ആൻഡ് മീറ്റ് മൈ സെക്രട്ടറി. എനിത്തിങ് മോർ? നോ, നത്തിങ്. രാധിക, ദാ വരുന്നു. ഇരിക്കൂ. അച്ഛന്റെ പെരുമാറ്റം മോശമായല്ലേ? സോറി. ഏയ്, അതൊന്നും സാരമില്ല. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. വെട്ടൊന്ന് മുറി 2. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും കുരുങ്ങില്ല. കുടുംബ ബന്ധങ്ങളും ബിസിനസിന്റെ ഒരു ഭാഗമായി അല്ലാതെ കാണാൻ അദ്ദേഹത്തിനാവില്ല. ഏതൊരു വീട്ടിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അമ്മ അതത്ര കാര്യമാക്കണ്ട. നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. സ്വന്തം വഴിയിൽ വിലങ്ങുതടിയാവുന്നത് അത് ഭാര്യയോ മകളോ ആയിരുന്നാൽ പോലും അദ്ദേഹം അത് സഹിക്കില്ല. 20 വർഷത്തെ എന്റെ അമ്മയുടെ തോരാത്ത കണ്ണീരിന്റെ മുന്നിൽ അലിയാത്തൊരു മനസ്സിനെ നിങ്ങളുടെ മുന്നിൽ നോ, നെവർ. എന്നാല് ഞങ്ങൾ ഇറങ്ങട്ടെ. പുറത്തു നിന്ന് നോക്കുന്നവർക്ക് കോയിക്കിലെ കുട്ടിക്ക് എന്താണ് ഒരു കുറവ്? തെങ്ങിൻ തോപ്പ്, കൂർഗിൽ മുന്തിരിത്തോട്ടം, നീലഗിരിയിൽ ചായത്തോട്ടം. അതുമാത്രമല്ല, കോയിക്കൽ ടൈൽസ്, കോയിക്കൽ റബ്ബേഴ്സ് തുടങ്ങിയ ഫാക്ടറികളും. ഈ സമ്പത്തും സ്വാധീനവും കുന്നുകൂട്ടുന്നതിനിടയിൽ ഒരിറ്റ് സ്നേഹം സ്വന്തം ഭാര്യയ്ക്കും മകൾക്കും പകരാൻ മാത്രം എന്റെ അച്ഛൻ മറന്നുപോയി. ആ ചെറിയച്ച, ഇതാണ് ഞാൻ പറഞ്ഞ ഹരി. ഇത് സുശീലൻ. രാധിക പറഞ്ഞിരുന്നു. നേരിട്ട് കണ്ടേ സന്തോഷം. ചായ എല്ലാം കുടിച്ചോ? ഇല്ല, കാപ്പ് കുടിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുമായിരുന്നു. എന്തായാലും ഹരി തക്ക സമയത്ത് വന്നോണ്ട് ഞങ്ങളുടെ രാധിയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഈ ശവമാടത്തിനൊരു അനക്കം കിട്ടുന്നത് ഇവളുടെ പൊട്ടിച്ചിരിയും ബേളൊക്കെ ഉണരുമ്പോഴാ. ദൈവം കാത്തു. പിന്നെ ഞാനും ഒരു ചെറിയ പെയിന്ററാ. അതെയോ? ആ, എന്റെ വീട് ഫുൾ പെയിന്റ് അടിക്കുന്നത് ഞാൻ. ഞങ്ങൾ വളരെ ചെറിയ മോന്തയ്ക്ക് കുറച്ച് പെയിന്റ് അടിക്കാനുണ്ട്. വാ.